ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 മാർച്ച് മാസം 22 തീയതി ഞായറാഴ്ച. അന്ന് വിശേഷപ്പെട്ട മീനഭരണിയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം മീനഭരണി വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. പ്രത്യേകിച്ച് കുടുംബക്ഷേത്രത്തിലൊന്നും അങ്ങനെ പോകാൻ സാധിക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ കുടുംബദേവത അല്പം പിണങ്ങിയിരിക്കുന്ന ആളുകൾ, പലരും ദൂര സ്ഥലങ്ങളിലായതുകൊണ്ട് പലപ്പോഴും പലർക്കും ഈ കുടുംബക്ഷേത്രത്തിൽ പോകാനും വേണ്ട വിധത്തിലുള്ള വഴിപാടുകൾ നടത്താനുമൊന്നും പലപ്പോഴും സാധിക്കാറില്ല. ചിലരുടെ കുടുംബക്ഷേത്രം ഏതാണെന്ന് പോലും ചിലർക്ക് അറിയില്ല. ചിലരുടെ കുടുംബക്ഷേത്രമൊക്കെ ആകെ നശിച്ച് ആകെ ബുദ്ധിമുട്ടായിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ള ധാരാളം മനുഷ്യരുണ്ട്. അവർക്കൊക്കെ അവരുടെ ഈ വിധത്തിലുള്ള ദോഷങ്ങളൊക്കെ മാറുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് നാളത്തെ ദിവസം, മീനഭരണി ദിവസം. ആ ദിവസം ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള ദോഷങ്ങൾ മാറുന്നതിന് സഹായിക്കും. ഭദ്രകാളി ശിവപുത്രിയാണ്. മീനഭരണി ദിവസം നമ്മൾ ഭഗവതിയുടെ ഭദ്രകാളി രൂപത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ശിവന്റെ ക്രോധത്തിൽ നിന്നു ജനിച്ച ശിവന്റെ പുത്രിയാണ്. ദാരിക വധമാണ് പ്രധാന അവതാര ഉദ്ദേശം. കാഴ്ചയിൽ ഭദ്രകാളി ദേവിക്ക് വളരെയധികം ക്രൂരത, ക്രൗര്യം, ഭയാനകമായ ഒരു രൂപമായിട്ടൊക്കെ നമുക്ക് തോന്നുന്നുവെങ്കിലും ദേവി വളരെ സ്നേഹമുള്ളവളാണ്. തൻ്റെ ഭക്തരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ ദേവിയുടെ മനസ്സ്, ഒരമ്മയുടെ മനസ്സ് എങ്ങനെ വേദനിക്കുന്നു അതുപോലെ വേദനിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്തു പ്രാർത്ഥിച്ചാലും പെട്ടെന്ന് തന്നെ അത് നമുക്ക് സാധിച്ചു തരുന്നത്. മുൻപിന്നൊന്നും നോക്കാതെ അമ്മ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിൽക്കും. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അമ്മയത് സാധിച്ചു തരും. കാരണം ഒരമ്മയുടെ അടുത്ത് വന്ന് മക്കൾ വന്നിട്ട് പലപ്പോഴും പല കാര്യങ്ങളും പറയും. അമ്മയ്ക്കറിയാം ചിലതൊക്കെ അല്പം കടന്ന കൈയാണ്, മക്കൾക്കല്പം സ്വാർത്ഥതയൊക്കെ ഉണ്ട്, അത് അമ്മയ്ക്ക് തന്നെ ചിലപ്പോൾ ദോഷമായിട്ട് വരും. ഇങ്ങനെയൊക്കെ അമ്മയ്ക്ക് അറിയാമെങ്കിലും അമിതമായ സ്നേഹമുള്ള അമ്മ എന്തു ചെയ്യും? മക്കളുടെ പല കാര്യങ്ങൾക്കും മൗനമായി ഇരുന്നു കൊണ്ട് അതിനൊക്കെ സമ്മതം കൊടുക്കും. ഇതുപോലെ തന്നെയാണ് ഭഗവതി. ദേവി പെട്ടെന്ന് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരും. അത്ര കരുണാമയിയാണ്. പക്ഷേ അതുപോലെ തന്നെ ദേഷ്യവും വരും. അമിതമായ ദ്രോഹങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ചെയ്യുകയും വലിയ കുഴപ്പമൊക്കെ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അമ്മ വല്ലാതെ ദേഷ്യപ്പെടും. ആ ദേഷ്യം ഒരുപക്ഷെ നമുക്ക് കണ്ടു നിൽക്കാൻ പോലും പറ്റി എന്ന് വരില്ല. കാരണം നമുക്കറിയാം നമ്മുടെ വീട്ടിൽ അമ്മയ്ക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അമ്മ അങ്ങനെയൊന്നും ദേഷ്യപ്പെടില്ല. പക്ഷെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഭദ്രകാളിയാണെന്ന് നമ്മൾ പറയില്ലേ, എല്ലാവരെയും വഴക്ക് പറഞ്ഞ് മൊത്തത്തിൽ കുളവാക്കി കളയും. ചിലപ്പോൾ എന്താ പറയുന്നതെന്ന് പോലും ചിന്തിക്കാതെ വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയും. അതുപോലെ തന്നെയാണ് ഭഗവതി. അതുകൊണ്ട് തന്നെ കുലദേവതാ പ്രാർത്ഥന കുറവുള്ള ആളുകൾ നിർബന്ധമായും നാളത്തെ ദിവസം മത്സ്യമാംസാദി ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കണം. ഭദ്രകാളി ദേവിയുടെ ക്ഷേത്ര ദർശനം ചെയ്യുന്ന എല്ലാ മനുഷ്യരും ഭഗവതിക്ക് ഒരു ചുവന്ന പട്ട് ദേവിക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നെങ്കിൽ സമർപ്പിക്കണം. വിളക്ക് നെയ്യോ എണ്ണയോ ഉപയോഗിച്ചിട്ട് വിളക്ക് തെളിയിക്കണം. ഏറ്റവും ശ്രേഷ്ഠമായ വഴിപാട് ഗുരുതി വഴിപാട്, അല്ലെങ്കിൽ അതിന് സാധിക്കുന്നില്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലി. രക്തപുഷ്പാഞ്ജലിയോളം ശ്രേഷ്ഠമുള്ള മറ്റൊരു വഴിപാടില്ല. വളരെ വിശേഷമാണ്. അതിൽ തന്നെ ഭരണി എന്ന പേരിൽ നമ്മളൊരു രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ വളരെ ഉത്തമമാണ്. സാധാരണ നമ്മളെല്ലാവരും നമ്മുടെയും നമ്മുടെ വീട്ടുകാരുടെയും ഒക്കെ പേരിലാണ് അർച്ചന കഴിപ്പിക്കുന്നത്. വിശേഷ ദിവസങ്ങളിൽ ദേവനും ദേവിക്കും വേണ്ടി അർച്ചന കഴിപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം കഴിയുന്നെങ്കിൽ നിങ്ങൾ ഭരണി എന്ന പേര് ഭദ്ര നക്ഷത്രം ഭരണി എന്ന് പറഞ്ഞ് ഒന്ന്
ഒരു രക്തപുഷ്പാഞ്ജലി ഒന്ന് കഴിപ്പിച്ചോളൂ. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വളരെ മാറ്റങ്ങൾ കൊണ്ടുവന്ന് നൽകും. ഓരോരുത്തരുടെയും നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ പേര് പറഞ്ഞ് നക്ഷത്രം പറഞ്ഞ് ചെയ്തില്ലെങ്കിലും ഭദ്ര ഭരണി എന്ന പേരിൽ ഒരു രക്തപുഷ്പാഞ്ജലി ചെയ്താൽ മതി. നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അതിൻ്റെ അനുഗ്രഹം ലഭിക്കും. ഭഗവതിക്ക് വേണ്ടി ചെയ്യുകയാണ് അല്ലേ. അപ്പൊ ഭഗവതിയുടെ ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു അമ്മ, ആ അമ്മയുടെ പിറന്നാളാണ്. പിറന്ന നാളാകുമ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അല്ലേ. അമ്മയ്ക്ക് നല്ല സാരി മേടിച്ചു കൊടുക്കും, ആഭരണങ്ങൾ മേടിച്ചു കൊടുക്കും, അമ്മയ്ക്ക് നല്ല സദ്യയൊക്കെ ഒരുക്കി കൊടുക്കും, അമ്മയെ സന്തോഷിപ്പിക്കും അല്ലേ. അതുപോലെ തന്നെ ഭഗവതിക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് നാളത്തെ ദിവസം. ഭഗവതിയുടെ ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ ഭഗവതിക്ക് ശക്തി ഉണ്ടാകുന്നതിനും ഭഗവതിയെ സന്തോഷിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നാളെ നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഭഗവതിക്ക് പിറന്നാൾ ആശംസകൾ നൽകുക, ഭഗവതിയെ പ്രാർത്ഥിക്കുക, ഭഗവതിക്ക് വേണ്ടിയിട്ടുള്ള അർച്ചനകൾ ചെയ്യുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു ഐശ്വര്യം നമുക്ക് ഉണ്ടാകും ഇല്ലേ. നമ്മുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ അച്ഛന് പിറന്നാൾ വന്നു, ആ സമയത്ത് നമ്മൾ അച്ഛനെയും അമ്മയും സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു അനുഗ്രഹം നമുക്കുണ്ടാവും ഇല്ലേ. അവരുടെ മനസ്സ് നിറയും. അതുപോലെ തന്നെയാണ് വിശേഷ ദിവസങ്ങളിൽ ദേവിക്ക് വേണ്ടിയിട്ടുള്ള അർച്ചനകൾ ചെയ്യുക. ഭദ്ര ഭരണി എന്ന പേരിൽ അർച്ചന ചെയ്യുക. ചുവന്ന പൂക്കൾ സമർപ്പിക്കുക, ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാലകൾ സമർപ്പിക്കുക, വിളക്ക് തെളിയിക്കുക, രക്തപുഷ്പാഞ്ജലി ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇനി നമുക്ക് ദേവിക്ക് വേണ്ടിയിട്ട് നാളത്തെ ദിവസം നിങ്ങൾക്ക് ജപിക്കാൻ പറ്റുന്ന ഒരു നാമം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ നാമം നാളത്തെ ദിവസം മാത്രമല്ല, എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നിങ്ങൾക്ക് ജപിക്കാം. എല്ലാ ദിവസവും ജപിക്കാം, എങ്കിലും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നിർബന്ധമായും ഈ നാമം ജപിച്ച് പ്രാർത്ഥിക്കണം. എല്ലാ ഭരണി നക്ഷത്ര ദിവസവും ഈ നാമം ജപിച്ച് പ്രാർത്ഥിക്കുന്നത് ശത്രുദോഷങ്ങൾ മാറുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമാണ്. പല വിധത്തിലുള്ള ശത്രുക്കൾ നമുക്കുണ്ടാകും ഇല്ലേ. നമുക്ക് കണ്ണേറുദോഷം, പ്രാക്കുദോഷം, അല്ലെങ്കിൽ നാവുദോഷം, കുടുംബദോഷം, ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ദോഷങ്ങളും നമുക്കുണ്ടാകും. മുൻജന്മ ദോഷങ്ങൾ, ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ വിധത്തിലുള്ള ദോഷങ്ങളിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നതിന് ഈ നാമം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നിരന്തരം ജപിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വളരെ വളരെ ഉത്തമമാണ്. എല്ലാ ദിവസവും ജപിക്കാം, എങ്കിലും ചൊവ്വയും വെള്ളിയും നിർബന്ധമായും ജപിക്കണം. ആ നാമം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് പറഞ്ഞു തരാം. ഇതാണ് നാമം, നിങ്ങൾ എഴുതിയെടുത്തുകൊള്ളുക. ഭദ്രമൂർത്തേ ഭഗാരാധ്യേ ഭക്തസൗഭാഗ്യദായികേ ഭവസങ്കടനാശേ ശ്രീഭദ്രകാളി നമോസ്തുതേ. നിസ്തുലേ നിഷ്കളേ നിത്യേ നിരപായേ നിരാമയേ നിത്യശുദ്ധേ നിർമ്മലേ ശ്രീഭദ്രകാളി നമോസ്തുതേ. പഞ്ചമീ പഞ്ചഭൂതേശി പഞ്ചസഖ്യോപചാരിണി പഞ്ചാശൽ പീഠരൂപേ ശ്രീഭദ്രകാളി നമോസ്തുതേ. കന്മശാരണ്യദാവാഗ്നേ ചിന്മയേ സന്മയേ ശിവേ പത്മനാഭാഭിവന്ദ്യേ ശ്രീഭദ്രകാളി നമോസ്തുതേ. ശ്രീഭദ്രകാളി നമോസ്തുതേ. ശ്രീഭദ്രകാളി നമോസ്തുതേ. ഈ നാമം നിങ്ങൾ എഴുതിയെടുത്തുകൊള്ളുക. ഈ നാമം എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഭരണി നക്ഷത്ര ദിവസവും ജപിച്ചു കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള ശത്രുബാധകളും നിങ്ങളെ ബാധിക്കുകയില്ല. അമ്മ ഭദ്രകാളിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. അമ്മയുടെ ഒരു സംരക്ഷണ കവചത്തിലായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതം. വളരെ വളരെ വിശേഷപ്പെട്ട നാമമാണ്. ഈ നാമം എഴുതിയെടുത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും
മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.